ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഷാർജ എമിറേറ്റിലെ ദൈദ് കോട്ടയ്ക്ക് സമീപത്തെ മാർക്കറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി കടകൾ കത്തിനശിച്ചു. പുലർച്ചെ 3:14ഓടെയാണ് തീപിടുത്തം സംബന്ധിച്ച് അധികൃതർക്ക് വിവരം ലഭിച്ചത്. അതിവേഗം സംഭവസ്ഥലത്തെത്തിയ അഗ്നിശമന സേന അംഗങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കി. പരമ്പരാഗത എമിറാത്തി വസ്തുക്കൾ വിൽക്കുന്ന കടകളാണ് കത്തി നശിച്ചതെന്ന് ഷാർജ സിവിൽ ഡിഫൻസിനെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഫർണിച്ചർ, ഷെൽഫുകൾ, എയർ കണ്ടീഷനിംഗ് എന്നിവ സജ്ജീകരിച്ച കടകൾ 3 ദിവസത്തിനകം ഒരുക്കണമെന്നാണ് ഭരണാധികാരി നിർദ്ദേശിച്ചിരിക്കുന്നത്. നാശനഷ്ടങ്ങളുണ്ടായ കടയുടമകൾക്ക് പുതിയ കടകൾ നൽകാനും സാമ്പത്തിക നഷ്ടപരിഹാരം നൽകാനും ഉത്തരവിട്ടിട്ടുണ്ട്. അബുദാബി ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദ് റോഡ് ജൂലൈ 26 വെള്ളിയാഴ്ച രാത്രി 11 മണി മുതൽ ജൂലൈ 29 തിങ്കളാഴ്ച രാവിലെ 6 മണി വരെ ഭാഗികമായി അടച്ചിടുമെന്ന് അബുദാബി മൊബൈലിറ്റി മുന്നറിയിപ്പ് നൽകി. അൽ മഫ്രക്കിലേക്കുള്ള 2 വലത് പാതകളാണ് ഭാഗികമായി അടച്ചിടുക. സൗദിയിൽ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള സേവന വേതന കരാർ രജിസ്റ്റർ ചെയ്യാനുള്ള സൗദി മാനവവിഭവശേഷി മന്ത്രാലയത്തിന്റെ കിവ പോർട്ടലിൽ ഇതുവരെ 90 ലക്ഷം തൊഴിൽ കരാറുകൾ രേഖപ്പെടുത്തി. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും ജീവനക്കാരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സുസ്ഥിരമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും തൊഴിൽ നിയമങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിലും തൊഴിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും കുറയ്ക്കുന്നതിലും കിവ സംവിധാനം പ്രധാന പങ്ക് വഹിക്കുമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു. അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും തൊഴിൽ കരാർ കിവയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ രാജ്യത്തെ സ്വദേശികളും വിദേശികളുമായ സ്വകാര്യ മേഖലയിലെ മുഴുവൻ ജീവനക്കാരോടും മന്ത്രാലയം ആവശ്യപ്പെട്ടു. മയക്കുമരുന്ന് കടത്തിന് പിടിക്കപ്പെട്ട ഈജിപ്ഷ്യൻ പൗരന്റെ വധശിക്ഷ മക്കയിൽ നടപ്പിലാക്കി. ഔഷധ ഗുളികകളെന്ന വ്യാജേന ആംഫെറ്റാമിൻ ഗുളികകൾ വിദേശത്ത് നിന്ന് എത്തിച്ച് രാജ്യത്ത് വിതരണം ചെയ്യാനുള്ള ശ്രമത്തിനിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട മിസ്ബാഹ് അൽ സൗദി ഇമാം എന്നയാളുടെ ശിക്ഷയാണ് നടപ്പിലാക്കിയത്. കൃത്യമായ തെളിവുകൾ സഹിതമാണ് നാർക്കോട്ടിക് വിഭാഗം പ്രതിയെ പ്രോസിക്യൂഷന് മുമ്പിൽ ഹാജരാക്കിയത്. കൃത്യമായ വിചാരണയ്ക്കും തെളിവുകളുടെ പരിശോധനയ്ക്കും ശേഷം പ്രതി കുറ്റകൃത്യം നടത്തി എന്ന് ഉറപ്പാക്കിയാണ് കോടതി വധശിക്ഷ വിധിച്ചത്. പ്രതിഭാഗം പിന്നീട് അപ്പീലുമായി മേൽക്കോടതിയെയും സുപ്രീം കോടതിയെയും റോയൽ കോർട്ടിനെയും സമീപിച്ചെങ്കിലും കീഴ്ക്കോടതി വിധി ശരിവെക്കുകയായിരുന്നു. മുഖ്ഷിൻ വിലായത്തിലുണ്ടായ വാഹനാപകടത്തിൽ സാരമായി പരിക്കേറ്റ യമനി പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് ഏവിയേഷൻ വിഭാഗം എയർലിഫ്റ്റ് ചെയ്തു. 3 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നിസ്വ റഫറൻസ് ആശുപത്രിയിലെത്തിച്ച ഇവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. ഷെങ്കൻ മാതൃകയിൽ GCC ഏകീകൃത സന്ദർശക വിസ വരുമ്പോൾ വിമാന ടിക്കറ്റ് നിരക്ക് കുറയാൻ സാധ്യത. ബജറ്റ് വിമാനങ്ങൾ ധാരാളമായി രംഗത്ത് വരുന്നതാണ് ഇതിന് കാരണമാവുക. ഉയർന്ന വിമാനയാത്രാ നിരക്ക് മേഖലയിൽ ടൂറിസം മേഖലയെ ഇപ്പോൾ തടസ്സപ്പെടുത്തുന്നുണ്ട്. അന്തർമേഖലാ വിമാനയാത്രാ ചെലവ് മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. ചില GCC റൂട്ടുകൾ ശേഷി പരിമിതി വെല്ലുവിളി നേരിടുന്നു. അതിൻ്റെ ഫലമായി ഇവിടങ്ങളിൽ യൂറോപ്പിലും ഏഷ്യയിലുമുള്ള പ്രദേശങ്ങളെക്കാൾ വിമാന നിരക്ക് വളരെ കൂടുതലാണ്. കുറഞ്ഞ നിരക്കിലുള്ള കാരിയറുകൾ രംഗത്ത് വരുമ്പോൾ യാത്രക്കാർക്ക് നിരവധി സാധ്യതകൾ ലഭ്യമാകും. സിംഗിൾ GCC ടൂറിസ്റ്റ് വിസയും വർദ്ധിച്ചുവരുന്ന ബജറ്റ് അൾട്രാ ലോ കോസ്റ്റ് കാരിയറുകളും യാത്രാ ടൂറിസം മേഖലയെ ഉത്തേജിപ്പിക്കുമെന്നും വരും വർഷങ്ങളിൽ യാത്രാ ചെലവ് കുറയ്ക്കുമെന്നും വ്യവസായ എക്സിക്യൂട്ടീവുകൾ പ്രതീക്ഷിക്കുന്നു. സൗദി അറേബ്യ ഒഴികെ GCCക്കുള്ളിലെ ആഭ്യന്തര യാത്രകൾ പൂർണ്ണമായും അന്തർമേഖലാ സാധ്യതകളെ ആശ്രയിക്കുന്നു, പ്രത്യേകിച്ച് UAE-യിൽ നിന്നും ഒമാൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക്. കൂടാതെ പ്രാദേശിക ടൂറിസം ഹബ്ബായ ദുബൈ പ്രാദേശിക അറബ് രാജ്യങ്ങളിൽ നിന്നും ധാരാളം സന്ദർശകരെയും ആകർഷിക്കുന്നുണ്ട്. ഇതൊക്കെ കാരണം യൂറോപ്യൻ ഏഷ്യൻ എയർലൈനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ വിമാനങ്ങൾക്ക് കൂടുതൽ നിരക്കാണ്. കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട സ്പൈസ് ജെറ്റ് വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് ജിദ്ദയിൽ തിരിച്ചിറക്കി. രാവിലെ 10:30 ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന SG-036 നമ്പർ വിമാനം 1.5 മണിക്കൂറിന് ശേഷം ജിദ്ദയിൽ തന്നെ എമർജൻസി ലാൻഡിംഗ് നടത്തുകയായിരുന്നു. പറന്നുയർന്ന വിമാനത്തിൽ അരമണിക്കൂറിന് ശേഷം വലിയ ശബ്ദമുണ്ടാവുകയും
അസാധാരണ കുലുക്കം അനുഭവപ്പെടുകയുമായിരുന്നു എന്നും യാത്രക്കാർ അറിയിച്ചു. സൗദിയിൽ സ്ത്രീയെ അപമാനിക്കുകയും ശല്യം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ ഇന്ത്യൻ യുവാവ് പിടിയിലായി. ദിലേർ ഹുസൈൻ ലാസ്കർ എന്ന യുവാവാണ് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽഹസയിൽ അറസ്റ്റിലായതെന്ന് പൊതുസുരക്ഷാ വിഭാഗം അറിയിച്ചു. യുവതിയെ ഉപദ്രവിച്ച പ്രതിയെ തുടർ നടപടിക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും പോലീസ് അധികൃതർ വ്യക്തമാക്കി. വ്യക്തികളെ ശല്യം ചെയ്യുകയും മാനനഷ്ടമുണ്ടാക്കുകയും ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ 2021 ജാനുവരിയിൽ സൗദി മന്ത്രിസഭ പാസാക്കിയ നിയമം അടുത്തിടെയാണ് കർശനമായി നടപ്പിലാക്കി തുടങ്ങിയത്. പീഡനവിരുദ്ധ നിയമം അനുസരിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി കേസുകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റും ശിക്ഷാ നടപടികളും കൈക്കൊള്ളുകയും ചെയ്തു വരുന്നുണ്ട്. കുറ്റം തെളിഞ്ഞാൽ 2 വർഷത്തിൽ കൂടാത്ത തടവും 1 ലക്ഷം റിയാൽ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടെയായിരിക്കും ശിക്ഷയായി ലഭിക്കുന്നത്. എന്നാൽ ശല്യം ചെയ്യൽ പൊതുസ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഭിന്നശേഷിക്കാർക്കോ എതിരെയോ ആയാൽ തടവ് 5 വർഷവും പിഴ 3 ലക്ഷം റിയാലും അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആയിരിക്കും. മാത്രമല്ല പ്രതിയെ തിരിച്ചറിയാൻ കഴിയും വിധം സാമൂഹിക മാധ്യമങ്ങളിൽ വാർത്തയും നൽകും. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ ലോക്കോമോട്ടീവ് അപകടത്തിൽപ്പെട്ട് ഡ്രൈവർ മരണപ്പെട്ടു. കാബൂറ വിലായത്തിലാണ് സംഭവമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. അപകടത്തെ തുടർന്ന് ലോക്കോമോട്ടീവിലും അതിൽ ഘടിപ്പിച്ച ട്രെയിലറിലും തീപിടിക്കുകയായിരുന്നു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളെത്തിയാണ് തീ അണച്ചത്. അതേസമയം അപകടത്തിൽപ്പെട്ടയാൾ ഏത് രാജ്യക്കാരനാണെന്ന് അറിവായിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം നിലവിൽ അന്വേഷണത്തിലാണ്. അറ്റകുറ്റപ്പണികൾക്കായി അമ്രാത്ത് ബോഷർ ചുരം റോഡ് താൽക്കാലികമായി അടച്ചതായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് വെള്ളിയാഴ്ച രാവിലെ 5 മണി മുതൽ ഞായറാഴ്ച രാവിലെ വരെയാണ് പാത അടച്ചിടുക. മലമുകളിൽ നിന്നും കല്ലുകൾ താഴേക്ക് പതിക്കാതിരിക്കാനായി സ്ഥാപിച്ച നെറ്റുകളുടെ അറ്റകുറ്റപ്പണിക്കാണ് പാത അടച്ചിടുന്നത്. ഈ കാലയളവിൽ യാത്ര ചെയ്യുന്നവർ വാദി അതേ റോഡ് ഉപയോഗിക്കണമെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി അധികൃതർ നിർദ്ദേശിച്ചു. ഒമാൻ കസ്റ്റംസ് അധികൃതർ വൻതോതിലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. വർക്കയിലെ പ്രവാസി തൊഴിലാളികളുടെ സൈറ്റിൽ നടത്തിയ പരിശോധനയിൽ കംപ്ലയൻസ് ആൻഡ് റിസ്ക് അസസ്മെന്റ് ഡിപ്പാർട്ട്മെന്റാണ് പിടികൂടിയത്. പുകയില ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനായി പ്രവാസി തൊഴിലാളികൾ നടത്തുന്ന ഫാക്ടറിയും കണ്ടെത്തി. ഇവിടെ നിന്നാണ് വൻതോതിലുള്ള ച്യൂയിംഗം രൂപത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായി അധികൃതർ വ്യക്തമാക്കി. പരിശോധന നടത്തുന്നതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമമായ എക്സിൽ ഒമാൻ കസ്റ്റംസ് അധികൃതർ പങ്കുവച്ചിട്ടുണ്ട്.